വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിൻ്റെ തന്നെ വേറെ 2 വീഡിയോയും കൂടി ഉണ്ട്. അതായത് ഒന്ന് പുരസ്കാരങ്ങളാണ്, വേറൊന്ന് 2025 ഇന്ത്യയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അങ്ങനെ 2 കറണ്ട് അഫയേഴ്സ് വേറെ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും അതും കൂടി ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ പുരസ്കാരങ്ങളാവുമ്പം ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും കൂടെ അതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റും ആ ഒരു ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു ക്ലാസ് കണ്ടാൽ മതി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം PSC അടുത്തിടെ ചോദിച്ച PSC പരീക്ഷകളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ 2 ക്ലാസ്സും കൂടെ കാണണം ഇതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ശരി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ സി ജപ്പാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ഓപ്ഷൻ ബി അനുരാധ താക്കൂർ. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി അനുരാധ താക്കൂർ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻ സി അശ്വിനി വൈഷ്ണവ്. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവ്. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ് സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി അൽവാരോ. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ് സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? അൽവാരോ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ ബി ജെമീമ റോഡ്രിഗഡ്. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ജെമീമ റോഡ്രിഗഡ്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടനാ പ്രവചനം. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? ഓപ്ഷൻ ഡി സീൻ നദി. 2024 ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏതാണ്? സീൻ നദി. ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ചെനാബ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചെനാബ്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. 2025 ജനുവരി 28 മുതൽ ഫെബ്രുവരി 14 വരെ നടന്ന 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം? ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സ്പാഡെക്സ്. 2025 ജനുവരി 16 ബഹിരാകാശ ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഡാഷ് എന്ന പേരിലുള്ള ഒരു ദൗത്യത്തിൽ ISRO 2 ചെറിയ ബഹിരാകാശ പേടകങ്ങളെ ചേസർ, ടാർഗറ്റ് എന്നിവ വിജയകരമായി ബഹിരാകാശത്ത് ഡോക്ക് ചെയ്തു. വിടവുകൾ പൂരിപ്പിക്കുക. സ്പാഡെക്സ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ? ഓപ്ഷൻ ബി ഡോക്ടർ അരവിന്ദ് പനഗരിയ.
ഇന്ത്യയുടെ 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനാച്ഛാദനം ചെയ്ത രാജ്യം? ഓപ്ഷൻ ഡി ചൈന. ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈസ്പീഡ് ട്രെയിൻ CR-450 അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏത് വാഹനത്തിലായിരുന്നു? ഓപ്ഷൻ സി സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും 2024 ജൂൺ മുതൽ 2025 മാർച്ച് വരെ 9 മാസക്കാലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയത് ഏതു വാഹനത്തിലായിരുന്നു? സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി 1, 2 ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച 2 ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ്? ഓപ്ഷൻ ബി ഡീപ്പ് സീക്ക്. 2025 ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ്പ് സീക്ക്. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ സി അമരാവതി. ഇന്ത്യയിലെ ക്വാണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ ക്വാണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് ഏത് നഗരത്തിലാണ്? അമരാവതി. സുസ്ഥിര വികസന ഉച്ചകോടി 2025 WSDS 2025 നടന്ന രാജ്യം? ഓപ്ഷൻ സി ഇന്ത്യ. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം ഇന്ത്യ. ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ഓപ്ഷൻ ഡി ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സൈനിക മേധാവി ആര്? ജനറൽ അനിൽ ചൗഹാൻ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി KV മനോജ് കുമാർ. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? KV മനോജ് കുമാർ. 2021 മലേറിയ തടയുന്നതിനായി ലോക ആരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏത്? ഓപ്ഷൻ സി മോസ്ക്യുറിക്സ്. 2021 മലേറിയ തടയുന്നതിനായി ലോക ആരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏത്? മോസ്ക്യുറിക്സ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി വി നാരായണൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? ഓപ്ഷൻ ബി 60. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജൂലൈ മാസത്തിൽ ആചരിച്ചത്? 60. 1ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ബി ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഉള്ളൊഴുക്ക്. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻ ബി ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഗഗൻയാൻ. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്? ഓപ്ഷൻ സി BR ഗവായ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് BR ഗവായ്. ഇപ്പോൾ നിലവിൽ, അതായത് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. അതും കൂടെ ഓർത്ത് വെച്ചോണേ. ഇപ്പോഴത്തത്, അതായത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് 53ാമത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക? ഓപ്ഷൻ ഡി 2, 4, 5 ശരി. മേരി ഇ ബ്രൻകോവ്, ഫ്രെഡ് റാംസ്റ്റഡല്, ഷിമോൺ സഗാകുച്ചി. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക?
മേരി ഇ ബ്രാൻകോവ്, ഫ്രെഡ് റാംസഡൽ, ഷിമോൺ സഗാക്കുച്ചി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ റെസ്ക്യൂ പ്രവർത്തനം ഏത്? ഓപ്പറേഷൻ അജയ്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര്? ഇ സന്തോഷ് കുമാർ. 2025-26 കേരളത്തിന്റെ ധനക്കമ്മി ലക്ഷ്യം ഏകദേശം. ഓപ്ഷൻ സി GSDPയുടെ 3.4%. 2025-26 കേരളത്തിന്റെ ധനക്കമ്മി ലക്ഷ്യം ഏകദേശം GSDPയുടെ 3.4%. ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക പ്രകാരം 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി ആര്? ഓപ്ഷൻ എ ഗായത്രി സ്പിവാക്ക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആര്? ഗായത്രി സ്പിവാക്ക്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. അതായത് നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഓപ്ഷൻ എ ഇസ്രയേൽ. 2024 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ 69ാമത് അംഗമായ രാജ്യം ഏത്? ഇസ്രയേൽ. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 1 and 2. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. 2024 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൈക്രോ RNAയുടെ കണ്ടുപിടുത്തം, ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി. നോബൽ പ്രൈസ് ഒക്കെ ഒരു 2022 മുതൽ 2025 വരെയുള്ളത് പഠിക്കണേ. ഇനി അത്രയും പഠിച്ചാൽ ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2024 2025 നോബൽ പുരസ്കാരത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കണം. ഞാൻ ഒരു പുരസ്കാരങ്ങൾ അങ്ങനെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് 2025 നോബൽ പ്രൈസ് ഉണ്ട്. അതുപോലെ ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ 2025 നോബൽ പുരസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ട് പഠിക്കുക. 2025 നമ്മുടെ ഈ ചാനലിലുണ്ട്, അല്ലാത്തത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ 2024 25 എങ്കിലും പഠിക്കണം കേട്ടോ. 24 ഇപ്പം മിക്കപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2024-25 നോബൽ പുരസ്കാരം പഠിക്കുക. ഇനി കുറച്ച് കൂടുതൽ ഓർത്തിരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 2022 മുതൽ 2025 വരെയുള്ള നോബൽ പുരസ്കാരങ്ങൾ പഠിച്ചു വയ്ക്കുക. 2023 പരീക്ഷയ്ക്ക് ഇപ്പം ചോദിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒത്തിരി പരീക്ഷകൾ 2023 ചോദിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവൽ എക്സാമിനാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് 2022 വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ. ഓപ്ഷൻ എ പായൽ കപാഡിയ. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ പായൽ കപാഡിയ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹമായ രൗദ്ര സാത്വികത്തിന്റെ കർത്താവ് പ്രഭാവർമ്മ. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? ഓപ്ഷൻ ബി കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്. ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഓപ്ഷൻ സി ഡി ഗുകേഷ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര്? ഡി ഗുകേഷ്.
ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഓപ്ഷൻ ഡി ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? ഗ്യാനേഷ് കുമാർ. ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? ഓപ്ഷൻ ബി റൈസിംഗ് സ്റ്റാർ കേവ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അടുത്ത കാലത്തായി കണ്ടെത്തിയ ഹോമനോലേഡി എന്ന മനുഷ്യപൂർവികന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഏത് ഗുഹയിൽ നിന്നാണ്? റൈസിംഗ് സ്റ്റാർ കേവ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ഡി സുനിത വില്യംസ്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് വുമൺ വിത്ത് വൈൽഡ് ഹെയർ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? സുനിത വില്യംസിന്. എന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടാത്തതാര്? ഓപ്ഷൻ ഡി സുഖ്ജിത്ത് സിംഗ്. താഴെ പറയുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് നേടിയവരാണ് ഗുകേഷ് ഡി, മനു ഭാക്കർ, ഹർമൻ പ്രീത് സിംഗ്. അതും കൂടെ ഓർത്തു വയ്ക്കുക കേട്ടോ. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി 1, 3, 4. ശരിയായ പ്രസ്താവനകൾ: രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം ആണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. പാമ്പൻ പാലവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പ്രസ്താവനകൾ: രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പാമ്പൻ പാലം. 2025 ഏപ്രിൽ 6 പുതിയ പാമ്പൻ പാലത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 2.5 മീറ്റർ ഉയരവും 2.08 കിലോമീറ്റർ നീളവും ഉണ്ട്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി ശ്രീ ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാർ. ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആക്സിയം ദൗത്യം 4. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആക്സിയം 4. ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം? ഓപ്ഷൻ ബി വിഴിഞ്ഞം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി മറിയ കൊറീന. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി? ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഓപ്ഷൻ എ നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? നെടുങ്കണ്ടം. ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം? ഓപ്ഷൻ എ ജർമ്മനി. ലോകത്ത് ആദ്യമായി സമ്പൂർണ്ണമായും ഹൈഡ്രജൻ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന യാത്രാ റെയിൽ സംവിധാനം സ്ഥാപിച്ച രാജ്യം ജർമ്മനി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഓപ്ഷൻ സി ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് എവിടെയാണ്? ഹൈദരാബാദ്. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 4. ആനോ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണം, ഹിമാലയം. 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാം? ആനോ, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ആരോഹണം, ഹിമാലയം. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം? ഓപ്ഷൻ ബി ശ്രീജേഷ് PR. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി കായിക താരം ശ്രീജേഷ് PR. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ എ കൊല്ലം.
രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കൊല്ലം. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? ഓപ്ഷൻ എ സുമൻ ബെറി. നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആര്? സുമൻ ബെറി. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 50%. ഓഗസ്റ്റ് 25 മുതൽ അമേരിക്ക ഇന്ത്യയിലെ കയറ്റുമതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി നിരക്ക് എത്ര ശതമാനമാണ്? 50%. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം? ഓപ്ഷൻ ബി റിയോ ഡി ജനീറോ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം റിയോ ഡി ജനീറോ. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഓപ്ഷൻ എ ഗുരജട അപ്പറാവു. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ 2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഈ വരികൾ എഴുതിയത് ഗുരജട അപ്പറാവു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്ഷൻ ബി ഓപ്പറേഷൻ സിന്ധു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നടപടി അറിയപ്പെടുന്നത് എന്തു പേരിൽ? ഓപ്പറേഷൻ സിന്ധു. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4, 6. പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയ ആട്ടം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെല്ലാമാണ്? പണിയ നൃത്തം, പളിയ നൃത്തം, ഇരുള നൃത്തം, മംഗലം കളി, മലപുലയ ആട്ടം. താഴെ കൊടുത്തിരിക്കുന്നവരിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3, 4. ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ആരെല്ലാം? ഗുകേഷ് ഡി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം? ഓപ്ഷൻ ബി ചെനാബ് റെയിൽവേ പാലം. 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ചെനാബ് റെയിൽവേ പാലം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ സി ജോൺ എം മാർട്ടിനസ്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരാണ് സുസൂമി കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. ഓർത്തു വെച്ചോണം, 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവര് സുസൂമി കിറ്റഗാവ, ഒമർ യാഗി, റിച്ചാർഡ് റോബ്സൺ. അത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. 2024 ദേശീയ ഐക്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? മേരാ യുവഭാരത് പ്ലാറ്റ്ഫോം. 2024 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഓപ്ഷൻ ബി അശോകൻ ചെരുവിൽ. 2024 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചെരുവിൽ. 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാറിനാണ്. അതും കൂടി ഓർത്ത് വെച്ചോണേ. 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാറിനാണ്. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഓപ്ഷൻ സി ബാക്കു. 2024 ലോക ക്ലൈമറ്റ് ഉച്ചകോടി എവിടെയാണ് നടന്നത്? ബാക്കു. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ സന്തോഷ് കുമാർ. ിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനും കൂടിയാണ്. ഓപ്ഷൻ സി പുഷ്പവതി പൊയ്പാടത്ത്.
താഴെ പറയുന്നവരിൽ ആരാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ? പ്രശസ്തനായ ഒരു കലാകാരനും സിനിമാ പിന്നണി ഗായകനും കൂടിയാണ്. പുഷ്പവതി പൊയ്പാടത്ത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിന്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? ഓപ്ഷൻ സി മലേറിയ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിന്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? മലേറിയ. സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? ഓപ്ഷൻ ഡി നവംബർ 23, 2025. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എപ്പോഴാണ്? നവംബർ 23, 2025. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ എ 2025 നവംബർ 1. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? ഓപ്ഷൻ എ സഫ്രീന ലത്തീഫ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ്. 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ സി ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ടാൻസാനിയ. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ടാൻസാനിയ. ഇപ്പോഴത്തെ 2025 അനുസരിച്ച് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ. ഇപ്പോഴത്തെ 2025 അനുസരിച്ച് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സമരിയ. ഇപ്പോൾ ഹീരാലാൽ സമരിയ മാറി പുതിയതായിട്ട് രാജ്കുമാർ ഗോയലാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ 2025 അനുസരിച്ച് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഹീരാലാൽ സമരിയാണ് കേട്ടോ. ഓക്കെ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ. ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്? ബോയിങ് സ്റ്റാർ ലൈനർ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാൻ കാങ്ങിന്. സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഓപ്ഷൻ ബി ആന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ്. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സൗത്ത് ആഫ്രിക്ക. 2025 നവംബർ മാസത്തിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗത്ത് ആഫ്രിക്ക. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ സി S-400 ട്രയംഫ്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്ത്? S-400 ട്രയംഫ്. ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ഓപ്ഷൻ സി ആക്സിയം ദൗത്യം 4. ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? ആക്സിയം ദൗത്യം 4. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഓപ്ഷൻ സി സജി ചെറിയാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാൻ. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 104ാം ഭേദഗതി. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിലെ 2 അംഗങ്ങളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്?
104 ഭേദഗതി. പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓപ്ഷൻ ബി ചാന്ദ്രയാൻ 4. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ചാന്ദ്രയാൻ 4. 3 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനായാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര്? ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ സി ശ്രീ വി ഹരിനായർ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം 2025 2026 നടന്ന 15 ചോദ്യപേപ്പറിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ പഠിച്ചത്. ഇനി കുറച്ച് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. അതെനിക്ക് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും എക്സാമിന് മുന്നേ അതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്താണ്, വേറെ 2 കറണ്ട് അഫയേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് 2025 ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സും പിന്നെ പുരസ്കാരങ്ങൾ, അതായത് ലോകത്തിലെയും ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ പുരസ്കാരങ്ങളും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ക്ലാസ് എടുത്തിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് എല്ലാം പഠിക്കുക. എല്ലാവരും നന്നായിട്ട് തന്നെ നാളെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.